മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ? ഗിഫാർ ഗോത്രത്തിന്റെ നായകനാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, ലൗലൽ ഇസ്ലാം ലകുൻതു ഖാതിഅ തരീഖ്. ഇസ്ലാം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു കൊള്ളക്കാരനായി മരിക്കുമായിരുന്നു, കൊള്ള സംഘത്തിന്റെ നേതാവായിരുന്നു. ഇസ്ലാം വന്നു, വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷേ നേതാവാണ്, ഒരു തറവാടിന്റെ ഉന്നത നേതാവാണ്, നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ്, ഗിഫാർ ഗോത്രത്തിന്റെ നായകനാണ്. പക്ഷേ എല്ലാ മക്കളും മരിച്ചു പോകും. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മക്കളും അധികം ജീവിച്ചിരിപ്പുണ്ടാവില്ല. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചില ആളുകൾ പറഞ്ഞു, ഇന്നകംറുൻ ലാ യബ്ഖാ ലക വലദ്. അബൂദറേ, നിങ്ങളുടെ മക്കളാരും ജീവിച്ചിരിക്കുന്നില്ലല്ലോ, എല്ലാവരും പെട്ടെന്ന് മരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് മക്കളുണ്ടാകാൻ യോഗമുണ്ടാവില്ലല്ലേ എന്ന് ചില ആളുകൾ ഈ മഹാനായ സ്വഹാബിയോട് പറഞ്ഞ നേരം എന്താണ് അബൂദർ എന്നവരുടെ മറുപടി എന്നറിയോ? അൽഹംദുലില്ലാഹ് കുല്ലു ദാലിക ഫീ കിതാബ്. എല്ലാം അല്ലാഹു തീരുമാനിച്ചു വെക്കുന്നതല്ലേ. അൽഹംദുലില്ലാഹില്ലദീ യഅഖുദുഹും ഫീ ദാരിൽ ഫനാ വയദ്ഖിറുഹും ഫീ ദാരിൽ ബഖാ. നശിച്ചു പോകുന്ന ഈ ലോകത്ത് നമ്മുടെ മക്കളെ കൊണ്ടുപോവുകയും എന്നാൽ നാശമില്ലാത്ത ഒരു ലോകത്ത്, അവസാനിക്കാത്ത ഒരു ലോകത്ത് ഈ മക്കളെ നമുക്ക് സൂക്ഷിച്ചു വെച്ച് തരികയും ചെയ്യുന്ന റബ്ബേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി എന്ന് ഏത് മക്കൾ മരിക്കുമ്പോഴും മഹാനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറാണ്, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്, നിബിതങ്ങളുടെ കുടുംബമാണ്, സയ്യിദാണ്, തങ്ങളാണ്. മഹാനവറുകളുടെ ഒരു പിഞ്ചുമോൾ മരണപ്പെടുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്നവർ നിബിതങ്ങൾ വഫാത്താകുമ്പോൾ 10-11 വയസ്സ് പ്രായമുള്ള തങ്ങളാണ്. അത്രയേ പ്രായമുള്ള, വളരെ ചെറുപ്പമാണ്. പിന്നെയും ഒരുപാട് കാലം ജീവിച്ചു. ഹബീബിന്റെ വഫാത്തിന്റെ ഒക്കെ ശേഷം കല്യാണം കഴിച്ച് ഭാര്യയോടൊപ്പം ജീവിക്കുന്ന ആ കാലം, കുടുംബജീവിതം തുടങ്ങിയ കാലം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൾ മരിച്ചു എന്ന വിവരം അറിയുന്നത് ഇബ്നു അബ്ബാസ് എന്നവർ മക്കയിലേക്ക് ഹിജ്റ പോകുന്ന സമയമാണ്. മക്കയിലേക്ക് ഹിജ്റ പോകുമ്പോഴാ വിവരം കേൾക്കുന്നത്. മഹാനവറുകൾ വാഹനത്തിന്റെ മേലിൽ നിന്ന് താഴെ ഇറങ്ങി മരണവിവരം അറിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട മോള് മരിച്ചു എന്നറിഞ്ഞു. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ആകാശലോകത്തേക്ക് കൈയുയർത്തിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി റബ്ബേ, വ ഇന്നാ ലില്ലാഹ്, ഞങ്ങളെല്ലാം നിന്നിലേക്ക് വരേണ്ടവർ തന്നെയല്ലേ പടച്ചവനെ. ഔറത്തുൻ സതറഹല്ലാഹ് വമുഊനത്തുൻ കഫാഹല്ലാഹ് വഅജ്റുൻ സാഖഹല്ലാഹ്. എന്റെ മോളെ വളർത്തൽ ഇനി അല്ലാഹു ഏറ്റെടുത്തു, എന്റെ മോളുടെ ചെലവുകൾ ഇനി അല്ലാഹു ഏറ്റെടുത്തു. വഅജ്റുൻ സാഖഹല്ലാഹ്, അല്ലാഹു എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ പ്രതിഫലമാണിത്. ഉംറക്ക് പോകുന്ന വഴിയിലാണ് ഇത് പറഞ്ഞു ദുആ ചെയ്ത്. മോൾ നാട്ടിലാണ് ഇബ്നു അബ്ബാസ് എന്നവർ ഉംറക്കുള്ള വഴിയിലാണ്, തിരിച്ചു പോകാൻ നേരമില്ല. വാഹനപ്പുറത്ത് കയറുന്നു. ഉംറക്ക് ഒന്നും സംഭവിക്കാതെ പോലെ ഉംറയിലേക്ക്, അല്ലാഹുവിന്റെ വജഹിലേക്ക്, കഅബാലയത്തിലേക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണെന്ന് വിചാരിച്ചു പോവല്ലേ, മക്കളോട് അവർക്ക് കൃപയില്ലാഞ്ഞിട്ടാണെന്ന് വിചാരിച്ചു പോവല്ലേ. മക്കൾ നഷ്ടപ്പെട്ടാൽ അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാണെന്ന് ആ പ്രതിഫലത്തിന്റെ ആ കാംക്ഷയിലാണ്. അല്ലാഹു യഫഅലു മാ യശാഉ ഫകിലിൽ ഉമൂറ ഇലൽ ഖളാഇ. കാര്യങ്ങളെല്ലാം നടത്തുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. റബ്ബിന്റെ തീരുമാനം ഏറ്റെടുക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, നമ്മുടെ 8ഓളം മക്കൾ തോണി ദുരന്തത്തിൽ മരിച്ച അപകടത്തെ നമ്മൾ അനുസ്മരിക്കുന്ന സമയമാണത്. അല്ലാഹു ആ കുടുംബങ്ങൾക്ക് ആശ്വാസം കൊടുക്കട്ടെ. ആ ഉമ്മമാർക്കും ഉപ്പമാർക്കും സ്വർഗ്ഗത്തിലെത്താനുള്ള വഴിയായ മക്കൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയുമോ, അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ 7 മക്കളാണ് ഒരു ദിവസം മരണപ്പെട്ടത്. 7 മക്കൾ ഒരു വീട്ടിൽ. ഒരു വീട്ടിലൊരു ഉപ്പയുടെ 7 മക്കൾ ഒരു ദിവസം മരണപ്പെട്ട സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല. എന്നിട്ട് എന്തേ ആ മഹാൻ പറഞ്ഞതെന്നറിയുമോ? അൽഹംദുലില്ലാഹ്. എന്തിനാ പറയുന്നറിയോ? സ്വർഗ്ഗലോകത്ത് ബൈത്തുൽ ഹംദ് എന്ന വീട് കിട്ടണം. അവര് പറഞ്ഞ വാക്ക് ഇന്നി മുസ്ലിമുൻ മുസല്ലിമുൻ, ഞാൻ മുസ്ലിമാണ്, ഞാൻ അല്ലാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ക്ഷമയുള്ള വാപ്പയാണ്. കണ്ണിനീർ കുടുകുടാ കണ്ണിനീരൊലിച്ചു വീഴുമ്പോഴും നാവ് കൊണ്ട് അല്ലാഹുവിന് ഇഷ്ടമല്ലാതെ, റബ്ബ് ഇഷ്ടപ്പെടുന്ന വാക്കുകളല്ലാതെ മറ്റൊന്നും പറയാതെ ഇന്നി മുസ്ലിമുൻ മുസല്ലിം,
എന്റെ കാര്യം അല്ലാഹുവിനെ ഏൽപ്പിച്ചു, എന്റെ കാര്യം എന്റെ റബ്ബിനെ ഏൽപ്പിച്ചു. 7 മക്കളുടെ ജനാസയാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത്. 7 ജനാസകൾ. നമ്മൾ ഓർക്കണം, നമ്മുടെ ഒരു പ്രയാസം വരുമ്പോ അതിലേറെ പ്രയാസം വന്ന ആളുകളെ ഓർത്തിരിക്കണം. അതിലേറെ കഷ്ടപ്പാടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കുറിച്ചൊന്ന് ഓർക്കണം. നസല സ്വബ്റു അലാ ഖദ്രിൽ മുസീബ. മുസീബത്തിന്റെ ഖനം എത്രയാണോ ആ ഖനത്തിലാണ് അല്ലാഹു ക്ഷമ ഇറക്കുന്നത് എന്ന് മഹാന്മാർ പറയാറുണ്ട്. 7 മക്കൾ ഒരു ദിവസം നഷ്ടമായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടപ്പോ മുഹമ്മദ് ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കുഞ്ഞിനെ മറവ് ചെയ്ത ആ ഖബറിന്റെ അരികത്ത് നിന്നിട്ട് പറഞ്ഞു, കുല്ലു ദാലിക ഫീ കിതാബ്. എല്ലാം റബ്ബേ നീ തീരുമാനിച്ചത്. അൽഹംദുലില്ലാഹ് വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഇന്നി അർജൂക ലഹ്. പടച്ചവനെ, എന്റെ മോന് വേണ്ടി നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു റബ്ബേ. വ അഖാഫുക അലൈഹി. എന്റെ മോൻ ശിക്ഷ വല്ലതും വരുമോ എന്ന് നിന്നെ ഞാൻ പേടിക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ ഫഹഖിഖ് റജാഇ ഫീഹി വ ആമിൻ ഖൗഫി അലൈഹി. അതുകൊണ്ട് നിന്നിലുള്ള എന്റെ പ്രതീക്ഷയെ നീ സാധിപ്പിച്ചു തരണമേ. എന്റെ മോനെ കുറിച്ചുള്ള എന്റെ വേവലാതിയും എന്റെ പ്രയാസവും നീക്കി തരണമേ എന്ന് തന്റെ കുഞ്ഞിന്റെ ഖബറിനരികിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മുഹമ്മദ് ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന് മാതൃകയായി കടന്നു വന്നവരാണ്. എന്തുകൊണ്ട്? റബ്ബിന്റെ ഖളാ ആണ് ഇവിടെ നടക്കുന്നത്. മുത്തനബി തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ്, ലബിജ്തമഅത്തിൽ ഉമ്മ. ഈ സമുദായം മുഴുവനും, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇജ്തമഉ, അവർ മുഴുവനും ഒരുമിച്ച് കൂടി എന്നിരിക്കട്ടെ. എന്തിന്? അലാ യൻഫഉക ബിശൈഇൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ ജനങ്ങളെല്ലാവരും തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ജനങ്ങളെല്ലാവരും ആണും പെണ്ണും ചേർന്ന് നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ. ലാ ലം യൻഫഉക വലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കുതിബ ലക ഔ അലൈക. അല്ലാഹു നിനക്ക് തീരുമാനിച്ചതല്ലാതെ ഒന്നുമേ ഒരു മനുഷ്യനും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അല്ലാഹു നിങ്ങൾക്കൊരു വിപത്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്കും നിങ്ങളെ ഉപദ്രവിക്കാനും കഴിയില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തിയ പേനകൾ ഉയർന്നു കഴിഞ്ഞു, മഷി വറ്റിക്കഴിഞ്ഞു, തീരുമാനം അല്ലാഹു നടപ്പാക്കി കഴിഞ്ഞു. അതുകൊണ്ട് സംഭവിച്ചു പോയാൽ എന്റെ മകൻ ആ വഴിക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നല്ലോ എന്ന് പറയല്ലേ. എന്റെ മകൻ ഈ റൂട്ടിൽ പോയിരുന്നെങ്കിൽ ആ അപകടം പറ്റില്ലായിരുന്നു, എന്റെ മകൻ ഈ വാഹനത്തിൽ കയറിയില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഇതൊന്നും പറയല്ലേ. ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിൽ എന്നൊക്കെയുള്ള പ്രയോഗം പിശാച് നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരും. അല്ലാഹുവിൽ അവിശ്വാസം നിങ്ങൾക്ക് നഷ്ടമാകും. നമ്മൾ ഓർക്കണം, കോടിക്കണക്കിന് രൂപ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ സംഭാവന ചെയ്തു എന്നിരിക്കട്ടെ, ലക്ഷക്കണക്കിന് അല്ലാഹുവിന് കൊടുത്തു എന്നിരിക്കട്ടെ, ദശക്കണക്കിന് ഹജ്ജ് ചെയ്തു എന്നിരിക്കട്ടെ, നൂറുകണക്കിന് ഉംറ ചെയ്തു എന്നിരിക്കട്ടെ, നിസ്കാരം ഒരുപാട്, സുന്നത്ത് നോമ്പ് ഒരുപാട് ത്യാഗവും ഒരുപാട് സ്വലാത്തും ദിക്റും ഒക്കെ ചൊല്ലി എന്നിരിക്കട്ടെ, അല്ലാഹുവിന്റെ ഖളായിലും ഖദറിലും വിശ്വസിച്ചില്ല എങ്കിൽ ഇതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ലല്ലോ. ഈ അമലൊന്നും പിന്നെ അല്ലാഹു സ്വീകരിക്കൂല. എന്താണ് ഈമാനു ബിൽ ഖളാഇ വൽ ഖദർ? ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സർവ്വതും അല്ലാഹുവിന്റെ തീരുമാനമാണ്. അത് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ, അത് വിശ്വസിക്കേണ്ടവനാണ് മുഅ്മിൻ. അത് വിശ്വസിക്കുന്ന ഒരാൾക്ക് പിന്നെ എന്തിന് ഭയപ്പെടണം? എന്റെ റബ്ബ് അങ്ങനെ തീരുമാനിച്ചു. കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചത് അല്ലാഹു, കൊണ്ടുപോകാൻ തീരുമാനിച്ചതും അല്ലാഹു, കുഞ്ഞിനെ തരാതിരുന്നത് അല്ലാഹു, കാഴ്ച തന്നത് അല്ലാഹു, കൊണ്ടുപോകുന്നത് അല്ലാഹു. ആ ഒരു ഈമാനും ബിൽ ഖളാഇ വൽ ഖദർ. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പറഞ്ഞു. മഹാനവർ പറഞ്ഞു, ഈ ഹദീസ് ഞാനല്ലാതെ മറ്റൊരാൾക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. അങ്ങനത്തെ ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെയോ? അലാ ഉഹദ്ദിസുകും ബിഹദീസിൻ ലാ യുഹദ്ദിസുകും ബിഹി അഹദുൻ ഗൈരി. ഞാനല്ലാതെ ഒരാൾക്കും ഇത് പറഞ്ഞു തരാൻ കഴിയില്ല. ഇത് ഞാനും നബിയും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ്. ഹബീബിന്റെ കൂടെ 10 കൊല്ലം ഹബീബിന്റെ മദീനയിലെ ജീവിതത്തിൽ സ്വന്തം വീട്ടുകാരനെ പോലെ ഹബീബിന് ഖാദിമായി ജീവിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞപ്പോ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളും പറഞ്ഞു, ബലാ അനസ് എന്നവരെ പറഞ്ഞു തരൂ, നിങ്ങളല്ലാതെ മറ്റാരും കേട്ടിട്ടില്ലാത്ത ഈ സംഭവം, നിങ്ങളല്ലാതെ മറ്റാരും സാക്ഷികളായിട്ടില്ലാത്ത ഈ സംഭവം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ
പറഞ്ഞപ്പോ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ ഇൻദ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തിരിക്കുമ്പോൾ ഫളഹിക, നബി തങ്ങൾ ചിരിച്ചു. ഞങ്ങളോട് ചോദിച്ചു, അതദറൂന മിമ്മ ലഹിഖ്ത്, ഞാൻ എന്തിനാണ് ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയെ, അല്ലാഹുവിനും റസൂലിനും അറിയാം. നബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ ചിരിക്കാൻ കാരണം അജ്ബതു ലിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം ഞാൻ ഓർത്ത് അത്ഭുതപ്പെട്ടതാണ്. ഒരു സത്യവിശ്വാസിനിയുടെ ജീവിതം ഓർത്ത് ഞാൻ ഒന്ന് അത്ഭുതപ്പെട്ടതാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യഖ്ളി ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്, ഏത് വിധി അല്ലാഹു ഒരു മുഅ്മിനിനെ നടപ്പാക്കിയാലും, എന്ത് തീരുമാനം അല്ലാഹു നടപ്പാക്കിയാലും പ്രത്യക്ഷത്തിൽ നമുക്കൊരു പ്രയാസം തോന്നും, പ്രത്യക്ഷത്തിൽ നമുക്കൊരു വിഷമം തോന്നും. എന്തെല്ലാം പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയാലും ഇല്ലാ കാന ഖൈറൻ ലഹു, അതിന്റെ പിന്നിലെല്ലാം ആ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു ഒരു നന്മ ഉദ്ദേശിച്ചിരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോർക്കുമ്പോൾ ഞാൻ സന്തോഷിച്ച് ചിരിക്കുകയാണ്. എന്റെ വിശ്വാസികൾ പരീക്ഷണം അനുഭവിക്കാൻ പോകുന്നു എനിക്കറിയാം. അവരുടെ ശരീരത്തിൽ, അവരുടെ മക്കളിൽ, അവരുടെ ഭരണക്രമങ്ങളിൽ, അവരുടെ നാടുകളിൽ, അവരുടെ അന്തരീക്ഷങ്ങളിൽ, അവരുടെ ഭൂമിയിൽ, അവരുടെ ആകാശങ്ങളിലൊക്കെ പരീക്ഷണങ്ങൾ വരുമ്പോ എന്റെ വിശ്വാസികൾക്ക് വരുന്ന പരീക്ഷണങ്ങൾ ഇല്ലാ കാന ഖൈറൻ ലഹ്, അവന് നന്മയായിട്ടേ ഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ ഇത് അല്ലാഹു നന്മ കൊണ്ട് ഉദ്ദേശിച്ചതാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ അല്ലാഹുവിന്റെ ഖളായിലേക്കും ഖദറിലേക്കും കാര്യങ്ങൾ ഏൽപ്പിക്കുക, കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഖളായിലേക്കും ഖദറിലേക്കും ഏൽപ്പിക്കുക. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു മോനുണ്ടായിരുന്നു അബ്ദുൽ മലിക്. തന്റെ അമ്മോശന്റെ പേരും അബ്ദുൽ മലിക്കാണ്, തന്റെ ഒരു മകന്റെ പേരും അബ്ദുൽ മലിക്കാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട സാത്വികനായ വലിയ പ്രഗൽഭനാണ്. അതിസൂക്ഷ്മജ്ഞാനിയായിരുന്ന, സൂക്ഷ്മതയാൽ ജീവിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുൽ മലിക് എന്നവരെ മരണത്തോ അഭിമുഖീകരിക്കുമ്പോ, ലോകത്തോട് യാത്ര പറയാൻ നിൽക്കുമ്പോ ഉപ്പ വന്നിട്ട് ചോദിച്ചു, മോനെ കൈഫ തജിദുക, എങ്ങനെയുണ്ട് മോനെ, എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ചപ്പോ മോൻ പറഞ്ഞു, തജിദുനി ഫിൽ മൗതി, ഉപ്പ ഞാൻ മരിക്കാൻ പോവുകയാണ്. ഈ കുഞ്ഞ് മരിക്കുമ്പോൾ 15 വയസ്സേ പ്രായമുള്ളൂ, പക്വതയുള്ളൊരു മോനായിരുന്നു. ഉപ്പ ഞാൻ മരിക്കുകയാണ്. വാപ്പയുടെ മറുപടി നോക്കണം. യാ ബുനയ്യ, മോനെ, ലഅൻ തകൂന ഫീ മീസാനി അഹബ്ബു ഇലയ്യ മിൻ അൻ നകൂന ഫീ മീസാനിക്, മോനെ നീ എന്റെ തുലാസിൽ കനം തൂങ്ങുന്ന അമലായി നാളെ വരലാണ് എനിക്കിഷ്ടം. ഞാൻ നിന്റെ തുലാസിൽ കനം തൂങ്ങുന്നതിനേക്കാളും എനിക്കിഷ്ടം നീ, കാരണം എന്റെ തുലാസ് കനം തൂങ്ങലാണ്. മോൻ പറഞ്ഞു, യാ അബതി, ഉപ്പാ വല്ലാഹി ലഅൻ യകൂന മാ തുഹിബ്ബുഹു അഹബ്ബു ഇലയ്യ മിൻ അൻ യകൂന മാ ഉഹിബ്ബു, ഉപ്പാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് സംഭവിക്കലാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം. ഇത് പറഞ്ഞ് ഇന്നാ ലില്ലാഹ്, ലോകത്തോട് വിട പറഞ്ഞു പോയൊരു മോനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അമീറുൽ മുഅ്മിനീനായ ലോക മുസ്ലിമീങ്ങളുടെ ഖലീഫയായിരുന്ന അമീറുൽ മുഅ്മിനീന്റെ മോൻ അബ്ദുൽ മലിക് ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. വാപ്പയും മകനും തമ്മിലുള്ള സംസാരം നോക്കണം. ആ മരണം കഴിഞ്ഞ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മോനെ മറവ് ചെയ്ത് ഖബറിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ചുറ്റും കൂടിയിരിക്കുന്നുണ്ട്. ഖബറിലേക്ക് നോക്കി ഒരു ഉപ്പ ഒരു മോനോട് യാത്ര പറഞ്ഞ രംഗം, യാ ബുനയ്യ, എന്റെ മോനെ, ലഖദ് കുൻത ബാറൻ ബിഅബീക, വാപ്പയായ എന്നോട് ഒരുപാട് നന്മ ചെയ്ത മോനാണ് നീ മോനെ. വല്ലാഹി മാ സിൽതു മസ്റൂറൻ ബിക മുൻദു വഹബക വഹബല്ലാഹു ലീ, മോനെ നിന്നെ അല്ലാഹു എനിക്ക് തന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സന്തുഷ്ടനാണ്. ഇലാ അൻ ഇസ്തൗദഅക അല്ലാഹു ഫിൽ മൻസിലിൽ ലദീ സയ്യറക അല്ലാഹു ഇലൈ,
ഈ ഖബറിലേക്ക് നീ ആകുന്ന നിമിഷം വരേക്കും മോനെ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് മോനെ. അല്ലാഹു നിന്നെ റഹ്മത്ത് ചെയ്യട്ടെ. വാപ്പയായ ഞാൻ ചെയ്യുന്നതിനേക്കാളും കാരുണ്യം എന്റെ റബ്ബിന് നിന്നോട് ചെയ്യാൻ കഴിയും. വഗഫറ ദംബക മോനെ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. വജസാക ബിഅഹ്സനി അമലിക നീ ചെയ്ത നന്മകൾക്ക് അല്ലാഹു നിനക്ക് എല്ലാ പ്രതിഫലവും നൽകട്ടെ. വറഹിമ കുല്ല ശാഫിഇൻ യശ്ഫഉ ലക ബിഖൈർ ഷാഹിദിൻ ഔ ഗായിബിൻ മരിച്ചുപോയവനെ നിനക്ക് വേണ്ടി കൂടി നിൽക്കുന്ന ആളുകളും ഇവിടെ വരാത്ത ആളുകളും ആരെല്ലാം നിനക്ക് വേണ്ടി റബ്ബിനോട് ശുപാർശ ചെയ്യുന്നുണ്ടോ, മയ്യത്ത് നിസ്കരിക്കുന്നുണ്ടോ, അവർക്കെല്ലാം അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. റളീനാ ബിഖളാഇല്ലാ അല്ലാഹുവിന്റെ തീരുമാനം ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വസല്ലംനാക ലിഅംരില്ലാ അല്ലാഹുവിലേക്ക് നിന്നെ ഏൽപ്പിച്ചു മോനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുൻഗാമികളിൽ എത്രയോ ആളുകൾക്ക് സംഭവിച്ചതിന്റെ ആവർത്തനങ്ങൾ മാത്രമാണിത്. ഇനി നടക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. മഹാനായ റബീഉ ഇബ്നു സബ്റാ റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ കുഞ്ഞിനെ മറവ് ചെയ്ത് തന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹു അജ്റക യാ അമീറൽ മുഅ്മിനീൻ അമീറുൽ മുഅ്മിനീനെ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. കാരണം മോൻ അബ്ദുൽ മലിക് എന്നവരെ മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തന്റെ പ്രിയപ്പെട്ട സഹോദരൻ സഹൽ മരിക്കുന്നത്. അതിന്റെ ഉടനെ തന്നെയാണ് തന്റെ സന്തത സഹചാരിയും എപ്പോഴും കൂടെ നടന്നിരുന്ന മുസാഹിം റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്നത്. ജ്യേഷ്ഠനും കൂട്ടുകാരനും മരിച്ചതിൽ പിന്നെയാണ് മോൻ മരിക്കുന്നത്. അപ്പോഴാണ് പ്രഗൽഭനായ ആലിം റബീഅ റളിയല്ലാഹു അൻഹു വന്നിട്ട് മഹാനായ അമീറുൽ മുഅ്മിനീനെ നിങ്ങൾക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ, നിങ്ങളെപ്പോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സഹോദരൻ ആ സഹോദരനെ കൊണ്ടുപോയി അവരെക്കാളും നല്ലൊരു സഹോദരനെ ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ കൂടെ ഖിദ്മത്തിന് വന്നിരുന്ന ഒരു നല്ല മനുഷ്യൻ മുസാഹിം അവരെ പോലൊരു നല്ല മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതെല്ലാം അല്ലാഹു കൊണ്ടുപോയില്ലേ. അതുകൊണ്ട് അമീറുൽ മുഅ്മിനീനെ ക്ഷമിച്ചോളൂ, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം വളരെ വലുതാണ്. പറഞ്ഞപ്പോ അങ്ങനെ തല താഴ്ത്തി കൂടുള്ള ആളുകളൊക്കെ പറഞ്ഞു, സങ്കടപ്പെട്ടിരിക്കുന്ന മഹാന്റെ ആ സങ്കടം നിങ്ങൾ വീണ്ടും ഇളക്കുകയാണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരെ തല ഉയർത്തിട്ട് പറഞ്ഞു, റബീഉ ഇബ്നു സബ്റാ ഒന്നുകൂടെ പറയൂ, നിങ്ങൾ ആ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ പറയൂ. മഹാനവറുകൾ പറയുന്നു, ലാ വല്ലദീ ഖളാ അലൈഹിമുൽ മൗത മാ ഉഹിബ്ബു അന്ന ശൈഅൻ കാന മിൻ ദാലിക ലം യകുൻ. എന്റെ മോനും എന്റെ ജ്യേഷ്ഠനും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും മൂന്ന് പേരെയും അല്ലാഹു കൊണ്ടുപോയി. ഈ കൊണ്ടുപോയതിലൊന്നും എനിക്കൊരു പരാതിയും എന്റെ റബ്ബിനോട് പറയാനില്ല. എന്റെ റബ്ബ് ചെയ്തതിൽ എനിക്ക് പരിപൂർണമായ തൃപ്തിയാണെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. കഴിഞ്ഞില്ല ഹബീബിന്റെ സ്വഹാബികളിൽ പ്രഗൽഭനാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഷാമിൽ സിറിയയിൽ ഒന്നാകെ പ്ലാഗ് രോഗം പിടിപെട്ടൊരു കാലമുണ്ടായിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അന്ന് ഷാമിലുണ്ട്. ആ സമയത്ത് പ്ലാഗ് രോഗം വന്നപ്പോ മഹാനായ അംർ റളിയല്ലാഹു അൻഹു അവിടെ ഒരു ഖുതുബ നടത്തി. ആ പ്രഭാഷണത്തിൽ അംർ എന്നവർ പറഞ്ഞു, ഇന്ന ഹാദ ത്വാഊന റിജ്സുൻ, ഈ പ്ലാഗ് രോഗം മാലിന്യമാണ്. അതുകൊണ്ട് ഫഫിറൂ മിൻഹു ഫിൽ ഔദിയതി വശിആബ്, മലമുകളിലേക്കും താഴ്വാരങ്ങളിലേക്കും ജനങ്ങൾ ഓടി രക്ഷപ്പെടണം. പ്ലാഗ് രോഗം നമുക്ക് വിപത്തായി വന്നിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ മഹാനായ ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടുകൊണ്ട് ഓടി വന്നു. ചെരുപ്പ് പോലും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഓടി വന്നത്. എന്നിട്ട് പറഞ്ഞു, ലഖദ് സ്വഹിബ്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബിയാണ് ഞാൻ. അതുകൊണ്ട് കേൾക്കണേ ജനങ്ങളെ, അത്വാഊന റഹ്മത്തുൽ ലക്കും, പ്ലാഗ് രോഗം നിങ്ങൾക്ക് റഹ്മത്താണ്. വദഅവതു നബിയിക്കും, നിങ്ങളുടെ നബിയുടെ പ്രാർത്ഥനയാണ്. യസ്തശദുല്ലാഹു ബിഹി അൻഫുസകും, നിങ്ങളുടെ ശരീരങ്ങൾക്ക് ഷഹാദത്തിന്റെ കൂലി നൽകാനാണ്. വയുസക്കി അഅമാലകും, നിങ്ങളുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങൾക്ക് അങ്ങനെ മരണം സംഭവിക്കുകയാണെങ്കിൽ രക്തസാക്ഷിയുടെ കൂലി തരാനും അല്ലാഹു നിശ്ചയിച്ച ഒരു റഹ്മത്തായിട്ട് നിങ്ങൾ ഈ രോഗത്തെ കാണണമെന്ന് മഹാനായ ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോ ജീവിച്ചിരിപ്പുള്ള മുആദ് റളിയല്ലാഹു അൻഹു, നബിയോടുകൂടെ എത്രയോ യാത്രകൾ പോയ മുആദ് എന്നവർ, എത്രയോ യുദ്ധങ്ങളിൽ ഹബീബിന്റെ കൂടെ പോയ മുആദ് റളിയല്ലാഹു അൻഹു, മഹാനായ ശുറഹ്ബീൽ ഇബ്നു ഹസൻ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഇതൊരു പുണ്യമാണ്, ഇത് റഹ്മത്താണ് എന്ന് പറഞ്ഞു എന്ന വിവരം കേട്ടപ്പോ അല്ലാഹുവിന് വേണ്ടി ഈ പ്ലാഗ് രോഗം പിടിപെട്ടുകൊണ്ടെങ്കിലും ഒരു രക്തസാക്ഷിയാവാൻ സാധിച്ചെങ്കിൽ എന്ന് കൊതിച്ചുപോയി മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. എന്നിട്ടൊരു ദുആ ചെയ്തു. എന്താണ് ആ ദുആ എന്നറിയുമോ?
اللهم اجعل نصيب أهل بيت معاذ الأوفر منه. അല്ലാഹുവേ, മുആദ് ഇബ്നു ജബലിന്റെ കുടുംബത്തിന് ഈ പ്ലാഗ് രോഗം കാരണം നീ നൽകുന്ന ഓഹരി വലിയൊരു ഓഹരി തന്നെ തരണം അല്ലാഹ്, നന്നായിട്ട് തരണം പടച്ചവനെ. ഞങ്ങൾക്കൊക്കെ ഇത് വേണം. ഇത് കാരണം ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ നിന്റെ സ്വർഗ്ഗലോകത്തേക്ക് പാറി വരാൻ കഴിയുമെങ്കിൽ ഒരു രോഗത്തിന്റെ പ്രയാസമോ ഒരു രോഗത്തിന്റെ വേദനയോ സഹിക്കാൻ ഒരുക്കമാണ്. മുഅ്മിനീങ്ങളെ ആലോചിക്കണം. ക്യാൻസർ പോലെയുള്ള രോഗം പിടിപെട്ട ആളുകളെ വിഷമിക്കല്ലേ. വേദനയും പ്രയാസവും കൊണ്ട് ഒരു വർഷം നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഒരുപക്ഷെ 100 കൊല്ലം നമ്മൾ സുജൂദിൽ തല ഉയർത്താതെ അള്ളാഹുവിന്റെ മുമ്പിൽ കടന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെക്കാളും അള്ളാഹു 1 മാസത്തെയോ 2 മാസത്തെയോ 1 കൊല്ലത്തെയോ വേദന കൊണ്ട് നാളെ പരലോകത്തേക്ക് അള്ളാഹു ഉയർച്ച നൽകിയേക്കും. അതുകൊണ്ട് രോഗം പരീക്ഷണമാണെന്ന് പറയരുത്, രോഗം ശിക്ഷയാണെന്ന് പറയരുത്. പരീക്ഷണം, പക്ഷേ അത് ശിക്ഷയല്ല. അള്ളാഹു ചാല ചില ആളുകൾക്ക് ഉന്നതമായ സ്ഥാനം അള്ളാഹു രേഖപ്പെടുത്തുകയും ആ സ്ഥാനത്തേക്ക് എത്താൻ മാത്രം കർമ്മങ്ങൾ ഇവന്റെ കയ്യിൽ അവളുടെ കയ്യിൽ ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ അള്ളാഹു അവരെ ഒരൽപ്പകാലത്തേക്ക് രോഗികളാക്കുകയും ആ വേദന കാരണം സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് അവർ പോവുകയും ചെയ്യുന്നുണ്ട് എന്ന് റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവേ ഷാമിൽ ഈ സിറിയൻ പ്രദേശത്തൊന്നാകെ പ്ലാഗ് രോഗം ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ എന്റെ കുടുംബത്തിന് വേണമെന്ന് ദുആ ചെയ്തു. എന്തിന്? ഷഹാദത്തിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി. അപ്പോഴാണ് തന്റെ മക്കളിൽ 2 പെൺകുട്ടികൾക്ക് പ്ലാഗ് രോഗം പിടിപെടുന്നത്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ 2 പെൺമക്കൾ അവിടെ മരിച്ചു വീഴുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ആ 2 പെൺകുട്ടികളെയും ഒരു ഖബറിലാണ് മറവ് ചെയ്തത്. റഹിമല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ഇന്നാ ലില്ലാഹി എന്ന് ചൊല്ലുകയും ചെയ്തു. 2 പെൺമക്കൾ മരിച്ചു. പിന്നെ തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുമാ തന്റെ ആൺകുട്ടിക്കും അസുഖം വന്നു, പ്ലാഗ് രോഗം പിടിപെട്ടു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽ ഒരുപാട് സ്നേഹമുള്ള മഹാനവറുകൾ താലോലിച്ചു വളർത്തിയ മോനാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. മുആദ് എന്നവർ മോനോട് പറഞ്ഞു, മോനെ കൈഫ തജിദുക, എങ്ങനെയുണ്ട് മോനെ? ഉപ്പയോട് പറഞ്ഞു, യാ അബതാ അൽ ഹഖ് മിർ റബ്ബിക് ഫലാ തകും മിനൽ മുംതരീൻ. ഉപ്പ, അല്ലാഹു നൽകുന്നതാണ് സത്യം, അല്ലാഹുവിന്റെ വിധിയാണ് പരമമായ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഉപ്പ, നിങ്ങൾ സംശയിച്ചു പോവല്ലേ, ഇത് അല്ലാഹുവിന്റെ മനോഹരമായ ഒരു തീരുമാനമാണ് ഉപ്പ, ഞാൻ അതിൽ സംതൃപ്തനാണെന്ന് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കൊച്ചുമോനാണ് മുആദ് തങ്ങളുടെ മോൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ തള്ളവിരലിൽ കയ്യിന് പ്ലാഗ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങുന്നു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ പ്ലാഗിന്റെ ലക്ഷണം വന്നു. മഹാനവറുകൾ മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലഹിയ അഹബ്ബു ഇലയ്യ മിൻ ഹംറിൻ നഅം, ചമന്ന ഒട്ടകങ്ങൾ അല്ലാഹു എനിക്ക് നൽകുന്നതിനേക്കാളും എന്റെ കയ്യിൽ വന്ന രോഗമാണ് എനിക്കിഷ്ടം. സുമ്മ യുഗ്ഷാ അലൈ, എന്നിട്ട് ബോധം കെട്ട് വീഴും വേദന കൊണ്ട്. ബോധം തെളിയുമ്പോൾ പറയും, യാ റബ്ബി ഗുമ്മ ഗമ്മക വഖനക ഖനഖതക ഫവഇസ്സതിക ഇന്നക ലതഅലമു അന്നി ലഉഹിബ്ബുക. വേദന കാരണം ബോധം കെട്ടി വീഴുമ്പോ, ബോധത്തിന് എഴുന്നേൽക്കുമ്പോ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക്, റബ്ബേ എന്നെ ബോധം കെടുത്തിക്കോ, എന്റെ ചങ്കിനെരിച്ചൊരു പക്ഷേ നിനക്കെന്നെ കൊന്നുകളയാം റബ്ബേ, എന്നാലും നിനക്കറിയുമല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലോ, എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലോ, അത് നിനക്കറിയുമല്ലോ പടച്ചവനെ. ഇതാണ് ഖളാ,